ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പുറത്ത് അടുപ്പയിലാണ് ഞാൻ വെള്ളം വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കടലയെല്ലാം വെന്തു. ഇടിയപ്പവും കടലക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തൊരു കഷ്ടമൊന്നും ശ്രദ്ധിച്ചില്ല. ഓരോരോ പണി കിട്ടുന്നു വഴങ്ങി. ഞാൻ ഇതിന്റെ ചുവട് മുറുകിയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നോക്കിയിരിക്കും പോകുന്നു. എങ്ങനെയാണ് തുടങ്ങുന്നതേ എനിക്കിട്ട് പണിയാണ്. ഞാൻ അതൊരു ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊന്ന് മുറുകിയിരിക്കുമെന്ന്. പക്ഷെ തിരിച്ചു നോക്കിയാൽ മതിയായിരുന്നു. നമ്മുടെ ഇടിയപ്പമൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. വെളുപ്പിന് തുടങ്ങി ഇടിമുഴക്കം കേട്ടോ. ഭയങ്കര ഇടിമുഴക്കമൊക്കെ ആയിരുന്നു. കാപ്പിക്കുള്ള വെള്ളമല്ല വെച്ചേക്കുന്നത്. സ്പൂൺ ഞാനോട് വെച്ചായിരുന്നല്ലോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ഒക്കെ ചെയ്യുക കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ എല്ലാം പീച്ചി എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇനി ഇത് അടുപ്പയിലോട്ട് വെക്കാനും കൂടെ ഉള്ളത് ചെയ്യട്ടെ. വിറകെല്ലാം എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് വിറക് എടുത്ത് ഇങ്ങോട്ട് വെച്ചേക്കുക. രാവിലത്തേക്കുള്ള കാപ്പിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് അച്ഛനും കൂടെ ഉള്ള ഫുഡ് കൊടുത്തു വിടുമേ. അനിയനും അനിയത്തിയൊക്കെ വീട്ടിൽ പോയേക്കുവാണ്. വീട്ടിലെന്ന് പറയാൻ പറ്റത്തില്ല, അനിയത്തിനൊക്കെ ഒരു മാമി ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് പറ്റിയതാണ്. സ്കൂട്ട് വന്നിരിക്കോ അങ്ങനെ എന്നത് ചെയ്തതാണ്. പക്ഷെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ ഇത്ര കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ അങ്ങോട്ട് പോയേക്കുന്നു, ഹോസ്പിറ്റലിലോട്ട് പോയേക്കുന്നു. അപ്പം കണ്ണനെ വിടുമ്പോഴത്തേക്ക് അച്ഛനും കൂടെ കഴിക്കാനുള്ള അങ്ങോട്ട് കൊടുക്കണം. ചില സമയത്ത് എനിക്കൊന്ന് ചെയ്തോണ്ടല്ലോ അങ്ങ് താമസം. ഇപ്പം ഞാൻ കടല കറിവെക്കുന്നതിന് ഉള്ളിയും ഉണക്കമുളക് പിന്നെ തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി വെച്ച് അതിനകത്തൊരു വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. വെജിറ്റബിൾ മസാലപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർക്കും. ഒത്തിരി ചേർക്കത്തുള്ളൂ, ഒത്തിരി എരിവുകാർക്ക് ഇഷ്ടമല്ല. കറിവേപ്പില, ഇത്രയും ചേർത്ത് എണ്ണയിലിട്ടൊന്ന് വഴറ്റി വെച്ച് അതിലേക്ക് വേവിച്ച് വെച്ച് ഞാൻ താമസിച്ചു. രാവിലെ അമ്പലത്തിലൊന്ന് പോയി, അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി, മഴയായിരുന്നു. കണ്ണന് കഴിക്കാനായിട്ട് കൊടുത്തു. ഇതും കൂടെ ഒന്ന് തേങ്ങയും കൂടെ അരച്ച് ചേർത്താൽ നമ്മുടെ കടലക്കറി കൂടെ റെഡിയായി. തേങ്ങയും കടലയും കൂടെ ഞാൻ അരയ്ക്ക്. കടല കറി വെക്കുന്ന ഇച്ചിരി കടലയും കൂടെ അരയ്ക്കാൻ കിട്ടില്ല, നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക്. ഈ തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ വേറെ അരച്ചുകൊണ്ട് വരട്ടെ. തേങ്ങയും കടലയൊക്കെ അരച്ച് കേട്ടോ. അരച്ചിനി അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് ജാറും കൂടെ ഒന്ന് കഴുകി വയ്ക്കും.
ഉപ്പും കൂടെ നോക്കട്ടെ. ഉപ്പ് മതി, അല്ലെ പിന്നെ ഒത്തിരി അങ്ങായി പോകും. ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങാണ്. ഇടിയപ്പവും കടലക്കറി. രാവിലത്തെ ആ വലിയൊരു തിരക്ക് കഴിഞ്ഞു കേട്ടോ. വലിയ തിരക്ക് കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിനി ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കാനായിട്ട് ഞാൻ തേങ്ങ വറക്കുവാണേ. നമ്മുടെ തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും തേങ്ങ വറക്കാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടേ വറക്കത്തില്ലേ. അപ്പം എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. പല മൂപ്പ് വരുത്തില്ല തേങ്ങയ്ക്ക്. അതിലേക്ക് 2-3 ചുമന്നുള്ളി ഇട്ട് ചീഞ്ചട്ടി ഇണക്കിട്ടോ കിടക്കിടോ എന്നുള്ള സൗണ്ടാണ്. തേങ്ങ വറുത്തേച്ച് ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ളതൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. പാവയ്ക്ക മെഴുക്കോട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കുമ്പളങ്ങ തോരൻ വെക്കാനും പിന്നെ ഉള്ളി തീയലും പിന്നെ ഇച്ചിരി പച്ചമുളകും കൊണ്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാം ഒന്ന് അരിയണം. അപ്പം അതിന് മുമ്പ് തേങ്ങ അങ്ങ് വറുത്തെടുക്കാമെന്ന് വെച്ചാൽ വെള്ളി നല്ല ഇടിമുഴക്കമുണ്ട്. ഇനി എപ്പോഴാണ് കറണ്ട് പോവുകയും വരികയും ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. നല്ല സൗണ്ടാണ്. മഴയില്ലാതുള്ള ഇടിയാകുമ്പോഴത്തേക്കുണ്ടല്ലോ. ചക്കപ്പഴങ്ങളൊക്കെ ശരിയാകുക. അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം. അപ്പം തീയലൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. തീയൽ പിന്നെ കുമ്പളങ്ങ തോരൻ, പാവയ്ക്ക മെഴുക്കോട്ടി, ഇതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അമ്മ എപ്പോഴും വെക്കുന്ന കറികളൊക്കെ ആയിരുന്നേ. അപ്പം അതെന്നാ ഒന്ന് ഉച്ചയ്ക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചേട്ടന് ഇഷ്ടമാണ് ഈ കറികളൊക്കെ. ചേട്ടൻ ടീ വെച്ചോണ്ടിരിക്കുകയാണ്. ഓഫ് ചെയ്യാൻ പറയട്ടെ. ചേട്ടാ ഭയങ്കരമായിട്ട് ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ. ആ എൻ്റെ വെള്ളം കുടിക്കുന്ന കുപ്പിയാ. ഞാൻ അപ്പം തേങ്ങ അല്ല ഇനി വറുത്തേച്ച് നമുക്ക് കാണാവേ. തേങ്ങ വറുത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വറുത്ത് കഴിഞ്ഞ് അതിലേക്ക് വേറെ ചില പരിപാടിക്കൊക്കെ പോയി. അപ്പം നമ്മുടെ ഈ കൊച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ, ഈ പ്രാവശ്യം കിട്ടിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കണകണ ഉള്ളിയാതി. ഇത് കണ്ടോ, അതിൻ്റെ തൊലിയാണെങ്കിൽ ഉണ്ടല്ലോ പൊളിച്ച് അങ്ങോട്ട് പൊളിയത്തുമില്ല, ഒരുമാതിരി വകയായിട്ടങ്ങ് ഇരിക്കും. ഞാൻ എന്നാന്നറിയോ, ഉള്ളി ഇങ്ങനെ മുറിച്ച് വെള്ളത്തിലേക്ക് ഇങ്ങിടും. അപ്പം അവിടെ കിടന്നത് സെറ്റായിക്കോളും. നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. തലയും പാലും മുറിച്ചേച്ച് ഇട്ടാൽ മതി. തലയും പാലും മുറിച്ചേച്ച് ഇടാനായിട്ട്, അല്ലാതെ ഇട്ടാൽ അത്രയ്ക്ക് കൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല. ചൂടെന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ദൈവമേ, സഹിക്കാൻ പറ്റത്തില്ല. 2-3 ദിവസമായിക്കൊണ്ട് പിള്ളേർക്ക് അവധിയായിരുന്നു നീ. അതുകൊണ്ടുണ്ടല്ലോ വീട്ടിൽ നല്ല മേളമായിരുന്നു. ഇവിടെ രണ്ടിൻ്റെ ബഹളവും. ഈ 2-3 അച്ഛനും എനിക്കൊന്ന് വ്യാഴാഴ്ച തൊട്ട് ബുധനാഴ്ച തൊട്ട് അവധിയായിരുന്നു കേട്ടോ അവർക്ക്. വെള്ളിയാഴ്ച അവൾ പോയില്ല. പിന്നെ ശനിയാഴ്ച വെള്ളിയാഴ്ച പോയില്ല, ശനിയാഴ്ച ക്ലാസ്സിലായിരുന്നു. പിന്നെ ഞായറാഴ്ച ഇല്ലായിരുന്നു, തിങ്കളാഴ്ച ഇല്ലായിരുന്നു. കുറേ ദിവസം ഉണ്ടായിരുന്നു അവളിവിടെ. സ്കൂൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് എത്ര അവധി എടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസം കൊണ്ട് രണ്ടുപേരും. കണ്ണന് പിന്നെ ശനിയാഴ്ച ഉച്ച വരെ ഉണ്ടായിരുന്നു കണ്ണൻ കേട്ടോ. ഞായറാഴ്ച തിങ്കളാഴ്ച ഉള്ളായിരുന്നു അവന് അവധി. അപ്പം അതുകൊണ്ടുണ്ടല്ലോ നല്ല ബഹളമായിരുന്നു ഇവിടെ. പെട്ടെന്ന് രണ്ടുപേരും കൂടെ പോയപ്പോഴല്ലോ വലിയ ഇടിയും വെട്ടിയൊക്കെ, മഴ പെയ്യത്തില്ലേ, നല്ല ഇടി വെട്ടി പെയ്ത മഴ പെട്ടെന്ന് തോരുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷനില്ലേ, അതുപോലായി ഇവിടെ. ഒച്ചയില്ല അനക്കമില്ല. ഞാനും ചേട്ടൻ തന്നെ. ഞാൻ അടുക്കളയിൽ, ചേട്ടൻ TV കണ്ടോണ്ട് ഇരിപ്പുണ്ട്. ഇനി വൈകുന്നേരമാണ് പിള്ളേരൊക്കെ വന്നാലേ ഇനി ഒച്ചയും ബഹളമൊക്കെ ഉള്ളൂ. എന്നാ ചൂടാന്നറിയാം. വെളുപ്പിന് ഒരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. ആ മഴ അങ്ങോട്ട് പെയ്തു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക്. എന്നാലും രാത്രിയിലൊക്കെ നല്ല ചൂടായിരുന്നു. എങ്ങാണ്ട് പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ. നല്ല ഇടി മുഴങ്ങുന്ന സൗണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയല്ല ഇങ്ങനെ പൊളിച്ച് എടുക്കട്ടെ. തീയലിനുള്ളത് എടുക്കണം. പിന്നെ തീയലിനുള്ളത് എടുത്താൽ മതി. മറ്റേനൊക്കെ സവോള ചേർക്കുന്നത്. ഇത് കണ്ടോ, ഉള്ളി ഞാൻ
വെള്ളത്തിൽ ഇട്ടതാണേ. ഇങ്ങനെ കേട്ടോ കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലി പോയി നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇത് കേട്ടോ. പൊളിക്കുന്നതിൻ്റെ അത്രയും പാടില്ല. കുഞ്ഞുള്ളിയൊക്കെയുള്ള നമുക്ക് പൊളിച്ചെടുക്കാൻ ഏറ്റവും അവസാനം വരുന്ന കുറേ ഉള്ളി കാണുമല്ലോ എപ്പോഴും നമുക്ക് നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്നത്. പച്ചക്കറിയല്ല, ഞാൻ കൂടുതലും പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഉള്ളിയും സവോളയും ഉരുളൻകിഴങ്ങൊക്കെ ഒരു കൊട്ടയിലായിട്ട് വെക്കുന്നത്. ഒരു സ്റ്റാൻഡ് പോലത്തെ കൊട്ടയുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഈ നമ്മൾ വലിയ ഉള്ളി നോക്കി പെറുക്കി അങ്ങ് എടുക്കും. ഈ കുഞ്ഞുള്ളി അവിടെ കിടക്കും. അത് ലാസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ. ഇതിപ്പോൾ അതല്ല കേട്ടോ, ഇത് കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് മേടിച്ച ഉള്ളിയാണ്. എല്ലാം ഊമ്പിരിക്കാൻ ഉള്ളിയാണ്. പൊളിക്കാനും പറ്റത്തില്ല, തൊലിയും പോകത്തില്ല. ചിലത് കൊച്ചുള്ളിയാണ് നമ്മൾ പൊളിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് തൊലി അങ്ങ് പൊളിഞ്ഞു പോകും. പക്ഷേ ഇത് തൊലി പോകത്തില്ല. പിന്നെ തേങ്ങയൊക്കെ വറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനകത്തിട്ട് എടുത്തിട്ടത് തേങ്ങ വറുത്തു. പിന്നെ തേങ്ങ എല്ലാം അരച്ചെല്ലാം എടുത്തു. ഇനി ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒന്ന് കഴുകി. ഇതൊക്കെ വലിയ ഉള്ളിയാണ്, പക്ഷെ പൊളിക്കാനായിട്ട് പറ്റുന്നില്ല. തൊലി അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും ഇതിലൊക്കെ. അപ്പം ഞാനിതിന് ബാക്കിയോടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇത് കേട്ടോ നല്ല ഇതായിട്ട് കിട്ടി. നമ്മൾ പൊളിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് കിട്ടി. പാവയ്ക്ക ഇതാക്കി. പിന്നെ നമ്മുടെ പണ്ടത്തെ മുളക് ഓർക്കുന്നുണ്ടോ? പഴയ നമ്മുടെ വീഡിയോയൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഒന്നും താല്പര്യം ഇതുണ്ട്. ഇതുപോലത്തെ ഉണ്ടമുളകില്ലേ, ഇഷ്ടം പോലെ പിന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തീയലിനകത്തൊക്കെ ഇടാൻ നല്ല ടേസ്റ്റ്, തോരനകത്തൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ്. അത്രയും മുളക് തീയലിനകത്താണ് ആ മുളകിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ പച്ചമുളക് ഇതുപോലുള്ള മുളകിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, നമ്മളത് നശിച്ചു പോകാതെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇതാക്കി നിർത്താമെങ്കിൽ വീണ്ടും ആദ്യത്തെ മുളകിൻ്റെ അത്രയും വലുപ്പമൊന്നും കാണത്തില്ലായിരിക്കും, എന്നാലും ഉണ്ടാകും കേട്ടോ. നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ടുണ്ടാകും. ഇത് കുഞ്ഞു മുളക്, അപ്പം അതിന് രണ്ടായിട്ട് കീറി അങ്ങ്. അത്ര വിളഞ്ഞതല്ല, ചെറിയ വിളവേ ആയിട്ടുള്ളൂ. എന്നാലും ആ ഒരു മണം ഉണ്ടല്ലോ മുളകിൻ്റെ, ഉണ്ടമുളകിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുളകിൻ്റെ മണം കേട്ടോ. കർണംപൊട്ടി എന്ന് പറയും ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ഇതിന്. നമ്മുടെ തീയലിൻ്റെ കൂടെ ഒന്ന് റെഡിയാക്കട്ടെ. പിന്നെ കുമ്പളങ്ങയൊക്കെ തോരൻ വെക്കുന്ന ദിവസം കാണിച്ചായിരുന്നു. എല്ലാവരും പറഞ്ഞ് അപ്പം നമ്മുടെ ജോമ ചോദിച്ച് ബി പിക്ക് നല്ലതാണെന്ന്. ബി പിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ചാരക്കുമ്പളങ്ങ. അത് ജ്യൂസ് അടിച്ച് വെച്ച് രാവിലെ ഒരു ഇച്ചിരി തണുപ്പോട് കൂടി നമ്മൾ കുടിക്കാൻ കേട്ടല്ലോ. വലിയ ഒരു ചുവയൊന്നും ഇല്ല, ചുമ്മാ ഒരുമാതിരി ഈ പച്ച ഒരു ചുവ അതേ ഉള്ളൂ. വണ്ണം കുറയാനൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരിടയ്ക്ക് ഞാൻ കുറേ കുടിച്ചായിരുന്നു കേട്ടോ. കുടിച്ച് എൻ്റെ ബി പി മുഴുവനും ലോ ആയി പോയിട്ട് എന്നതെനിക്ക് ഞാൻ പറയാം, അത് തലകറക്കമായിരുന്നു. ലാസ്റ്റ് മനസ്സിലായത് ഇത് കുടിച്ചാൽ ബി പി കുറയുന്നുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ ഒരാൾ പറയുന്നത് ബി പിക്കാർ കഴിക്കുന്നതാ ബി പി പെട്ടെന്ന് ലോ ആവുന്നു. അങ്ങനെ പിന്നെ പരിപാടി ഞാൻ ഉപേക്ഷിച്ചു. കറിയൊന്നും വെച്ച് കഴിച്ചാൽ പെട്ടെന്നൊന്നും മണം കുറയത്തില്ല, അല്ല സോറി ബി പി കുറയത്തില്ല. അതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴാണ്. ബി പിക്കൊക്കെ ഏറ്റവും നല്ല മരുന്നാണ്. അപ്പം നമ്മുടെ തീയലിനുള്ളത് വറുത്തെടുക്കട്ടെ. ഉള്ളി അതിന് ഇച്ചിരി നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. ബാക്കി ഉള്ളി ഞാൻ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. നമുക്ക് പെട്ടെന്ന് ഇച്ചിരി കടുക് വറക്കാനോ ഒക്കെ ആവശ്യം വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് എടുത്താൽ മതി. നമ്മളിത് ഉള്ളി അന്നേരം പറിച്ച് നിൽക്കുക, അല്ല പൊളിച്ച് പറിച്ചല്ല, പൊളിച്ച് നിൽക്കണ്ട. അതിനൊന്ന് പോകണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി അതിലേക്ക്
തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്തായിരുന്നേ. ഓഫ് ചെയ്ത് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് അത് നല്ലപോലെ അരച്ചെടുത്തിട്ട് പുളി വെള്ളം ഒഴിച്ചാണ്. പുളി ഇട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന പുളി എല്ലാം മണ്ണായതുകൊണ്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അരയ്ക്കുന്നതിനകത്തോട്ട് ചേർക്കും. ഇതിലേക്ക് ഇനി ഉപ്പും കൂടെ ചേർത്ത് രൂപയുടെ ജയജിത് പറയുന്ന പോലെ മഴ. അപ്പം അതവിടെ ഇരുന്ന് ഇടിയുമ്പോഴത്തേക്ക് സവോള ചേർക്കട്ടെ. സവോളയും പച്ചമുളകും കൂടെ നമ്മുടെ വീട്ടമ്മമാരിങ്ങനെയില്ലേ പെട്ടെന്നുള്ള പണി എങ്ങനെ. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് മഴ പെയ്ത് വരുന്ന സൗണ്ട് കേൾക്കാം. മഴ. കുമ്പളങ്ങത്തോരന് റെഡിയായി. പാവയ്ക്ക മെഴുക്കുവരട്ടിയും എടുത്തു. മീനും വറുത്ത് പപ്പടവും കാച്ചി തീയൽ. അച്ഛന് മീൻ വേണ്ട, ബാക്കിയെല്ലാം അച്ഛന് ചോറൊക്കെ കൊടുത്തു വിട്ടു. ഇനി കൊടുത്തേച്ച് വന്നിട്ട് ഇനി ഞങ്ങളും കൂടെ കഴിക്കും. അപ്പം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാമേ. അച്ഛനും കണ്ണനും ഇന്ന് നേരത്തെ വന്നു കേട്ടോ. 2 പേർക്കും ഇന്ന് നേരത്തെ വിട്ട്. ഞാനെടി നേരത്തെ വിട്ടത്. അതിന് ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് കുറച്ചുണ്ടായിരുന്നേ. അത് ഞാൻ എന്നായിരുന്നു എല്ലാം മറന്നു പോവാം. നമ്മുടെ ഇതുണ്ടല്ലോ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇച്ചിരി പഴംപൊരി കൂടെ. ഈ അച്ചു ഈ കൊഴുക്കട്ട അങ്ങനെ കഴിക്കില്ല. അപ്പം അതിനൊരു പഴംപൊരിയും കൂടെ ഉണ്ടാക്കുക. ചെറിയ പീസാക്കി മുറിച്ച് വറക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ പതിവ് സംഭവം ഇച്ചിരി ലൂസായിപ്പോയി. ചെറുക്കൻ നീയാ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. കണ്ണൻ എന്നെ ഉപദ്രവിക്കുന്ന വീഡിയോ ഇത് ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കാൻ എന്നെ ചേട്ടാ ഉണ്ടാക്കിയത്. ഇച്ചിരി വെള്ളം പോലെ ഇരുന്ന മാവ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ അങ്ങ് കിട്ടി. കുഴപ്പമില്ല, മൊരിച്ചെടുത്താൽ മതി. ആണോ? എനിക്കറിയാമല്ല, ഞാൻ എന്നെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. തീർന്നു, ഇത്രയും മാവേ ഉള്ളൂ. ഇത്രയും മാവിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കറുമുറ പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം പിന്നെ നല്ല ഇത് കിട്ടും. ഇതിനകത്ത് ഈ മുരുമുരാന്ന് കിട്ടും കേട്ടോ. ഈ ചെറിയ ഇതുണ്ട്. നമ്മൾ ഈ ഇതുണ്ടോ, അതാണ് എനിക്ക് വേണ്ടത്. മലയെണ്ണ കണ്ണിൻ മാർഗിളിത്തുമ്പി മണവാട്ടിയാക്കും നേരമാ വഴികളിൽ പാടവും വാർമണി തിന്നലും വേളിക്കൊരുങ്ങി നിൽക്കും കാലമാ വെള്ളാരം കുന്നിലെ വെണ്ണിലാവോ. എല്ലാം കൂടെ ഒഴിക്കണ്ടായിരുന്നു, കുറേശ്ശെ ഒഴിച്ചു മതിയായിരുന്നു. 4 മണിക്കത്തേക്ക് കൊഴുക്കട്ടയും പഴംപൊരിയും. അവൻ്റെ ഉണക്കക്കാലും. നിൻ്റെ കാല് കാണാടാ, കണ്ട് ഇപ്പോഴും കാണാം ഉണക്കക്കാല്. നിൻ്റെ സ്റ്റീൽ ബോഡി കൂടെ കടിക്കട്ടെ. അത് നിന്നെ ഇപ്പോൾ മൊത്തത്തിൽ കാണിച്ചാലോ.
മൊത്തത്തിൽ കണ്ടു നിന്നെ. അങ്ങനെ കട്ടൻ കാപ്പിയും വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമാകുന്നുണ്ട്. അപ്പം എന്നാണ് ഇനി പ്രത്യേകിച്ച് എന്നായിരുന്നു പറയാനിട്ടുണ്ടായിരുന്നത്? പ്രത്യേകിച്ചൊന്നും പറയാനിട്ടില്ല. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പേരൊക്കെ മാറ്റിയതൊക്കെ എല്ലാവരും അറിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുകൊണ്ടാണോ പേരൊക്കെ മാറ്റിയത് ഇനി ആരും അറിയാത്തതുകൊണ്ടാണോ വരാത്ത എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വൈകിട്ടത്തെ 4 മണിക്കത്തെ കാപ്പിയോടുകൂടി പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി കുളിക്കണം, വിളക്കെത്തിക്കണം, അങ്ങനെ കുറേ പരിപാടിയൊക്കെയാണ്. ഇനി കുളിക്കാനൊക്കെ തുടങ്ങാണ്. വീഡിയോ എല്ലാം ഒന്ന് ഇതാക്കി ചാരം നോക്കിയടി ദീപാച്ചണം നോക്കി. ആ അതെ കണ്ടോ, ആ പെണ്ണെ എപ്പോഴുള്ള തീർന്ന് കഴിയുമ്പോൾ വരും വീടോടിയുടെ. അപ്പോൾ നമ്മുടെ ഇത് വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.